അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ മൂവർപ്പട ഒരു സിനിമയ്ക്ക് പോവുകയാണ്. മൂവർപ്പട എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ, ശ്രീദേവി ആൻഡ് രമ്യ, ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വമ്പൻ പ്ലാനിങ്, അങ്ങ് ഗവി തൊട്ട് ഇങ്ങ് ഫോർട്ട് കൊച്ചി വരെയുള്ള പ്ലാനിങ്ങുകൾ ഞങ്ങൾ നല്ല അസലായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് നല്ല അന്തസ്സോടു കൂടിയ പ്ലാനിങ്ങുകളെല്ലാം തന്നെ പാളിയിട്ടുമുണ്ട്. ആ പ്ലാനിങ്ങുകളെല്ലാം പാളിയെങ്കിലും അവസാനം ഈ തൊട്ടടുത്ത് കിടക്കുന്ന ചൂരക്കാടുള്ള ന്യൂ സെൻട്രൽ ടാക്കീസിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. ഡയസീറെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഭയങ്കര റിവ്യൂസൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. ഭയങ്കര പേടിപ്പടമാണ്, ഭയങ്കര പേടിയാണ്. അതായത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊന്ന് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റില്ല എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ആ പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു. ഇന്നലെ ഫ്രൈഡേ ആണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. അപ്പോൾ ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം 6:30യുടെ ഷോ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കാണ്ടായിരുന്നില്ല. അങ്ങനെ പാറുവിൻ്റെ കണ്ണും വെട്ടിച്ച് കൃത്യം 6:04 ആയപ്പോഴത്തേക്കും തിയേറ്ററിലെത്തി. 6:18 കഴിഞ്ഞ് 6:22 ആയപ്പോഴാണ് ശ്രീദേവി രമ്യയും കൂടി തിയേറ്ററിലെത്തിയത്. ബ്ലോക്ക് കിട്ടിയത്രേ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ക്ഷമിച്ചു. അപ്പോൾ ഇവർ വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ പോപ്കോണും വെള്ളവും ഒക്കെ മേടിച്ച് റെഡിയായിട്ട് ഇവർ വന്ന ഉടനെ കയറണം എന്നൊക്കെ മേടിച്ച് റെഡിയായിട്ടിരിക്കുകയായിരുന്നു. പടം കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. കാണാത്തവർ വേണമെങ്കിൽ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ്. ഞാൻ ഭയങ്കര ഹൊറർ എലമെൻറ്റ്സ് പ്രതീക്ഷിച്ചിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ പേടിയായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും ഡിസ്റ്റർബിങ് എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് യാത്രകൾക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ഞങ്ങളെ തന്നെ ആശംസിച്ചുകൊണ്ട് ഈ വ്ളോഗ് അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.